ഉൽപ്പത്തി 1:27. ദൈവം തന്റെ ചായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. പുറപ്പാട് 14:14. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ലേവ്യർ 26:12. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എന്റെ ജനവുമായിരിക്കും. സംഖ്യ 6:27. ഇസ്രായേൽ മക്കളുടെ മേൽ എന്റെ നാമം ഉറപ്പിക്കട്ടെ, അപ്പോൾ ഞാൻ അവരെ അനുഗ്രഹിക്കും. നിയമാവർത്തനം 4:7. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ജോഷുവ 1:9. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ന്യായാധിപന്മാർ 16:15. നിന്റെ ഹൃദയം എന്നോട് കൂടെ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും? റൂത്ത് 2:12. നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യും. 1 സാമുവേൽ 2:2. നമ്മുടെ ദൈവത്തെ പോലെ ശാശ്വതമായ ഒരു ആശ്രയമില്ല. 2 സാമുവേൽ 7:19. ദൈവമായ കർത്താവെ, അങ്ങനെ എത്രത്തോളം ഉയർത്താൻ ഞാനും എന്റെ കുടുംബവും എന്താകുന്നു? 2 സാമുവേൽ 7:29. അടിയന്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ നിന്ന് മാറിപ്പോകാതിരിക്കേണ്ടതിന് അങ്ങ് അവരെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. 1 രാജാക്കന്മാർ 8:23. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ, അങ്ങേ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ വ്യാപരിക്കുന്ന ദാസന്മാരുടെ ഉടമ്പടി പാലിക്കുകയും അനന്ത സ്നേഹം അവരുടെ മേൽ ചൊരിയുകയും ചെയ്യുന്ന അങ്ങയെ പോലെ ആകാശത്തിലും ഭൂമിയിലും വേറൊരു ദൈവമില്ല. 2 രാജാക്കന്മാർ 5:15. ഭൂമിയിൽ ഇസ്രായേലിന്റേതല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഞാൻ അറിയുന്നു. 1 ദിനവൃത്താന്തം 16:18. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ, ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവർത്തികൾ പ്രഘോഷിക്കുവിൻ. 2 ദിനവൃത്താന്തം 6:30. മനുഷ്യരുടെ ഹൃദയങ്ങൾ ശരിയായി അറിയുന്നത് അവിടുന്ന് മാത്രമാണല്ലോ. എസ്ര 3:11. ഇസ്രായേലിന് നേരെയുള്ള അവിടുത്തെ സ്നേഹം എന്നേക്കും നിലനിൽക്കും. നെഹമ്യാ 4:20. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പോരാടും. തോബിത്ത് 4:3. അമ്മയുടെ ഹിതം നോക്കണം, ജീവിതകാലം മുഴുവൻ അവളെ ആദരിക്കണം, ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത്. തോബിത്ത് 14:9. നിനക്ക് ശുഭം ഭവിക്കാൻ നിയമവും പ്രമാണവും പാലിക്കുകയും നീതിയോടും കരുണയോടും കൂടെ വ്യാപരിക്കുകയും ചെയ്യണം. യൂദിത്ത് 8:27. തന്നോട് അടുപ്പമുള്ളവരോട് അവിടുന്ന് പ്രഹരിക്കുന്നത് ശാസന എന്ന നിലയിലൂടെയാണ്. എസ്തേർ 13:14. എന്റെ ദൈവമായ കർത്താവിന് മുമ്പിലല്ലാതെ മറ്റാരുടെയും മുമ്പിൽ ഞാൻ കുമ്പിടുകയില്ല. 1 മക്കബായർ 2:64. നിയമത്തിൽ ഉറച്ചു നിൽക്കുവിൻ, അതുവഴി നിങ്ങൾക്ക് ബഹുമതി ലഭിക്കും. 2 മക്കബായർ 9:12. ദൈവത്തിന് കീഴ്പ്പെടുക യുക്തം തന്നെ, ദൈവത്തിന് തുല്യരെന്ന് മറ്റാരും കരുതരുത്. ജോബ് 10:12. അങ്ങെന്നിൽ ജീവനും ഗാന്തമായ സ്നേഹവും നിക്ഷേപിച്ചു, അങ്ങയുടെ പരിപാലന എന്റെ ആത്മാവിനെ സംരക്ഷിച്ചു. സങ്കീർത്തനം 16:5. കർത്താവാണ് എന്റെ ഓഹരിയും പാനപാത്രവും, എന്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്. സങ്കീർത്തനം 37:5. നിന്റെ ജീവിതം കർത്താവിന് പരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും. സുഭാഷിതം 3:12. പിതാവ് പുത്രൻ എന്ന പോലെ കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ അവിടുന്ന് ശാസിക്കുന്നു. സഭാപ്രസംഗകൻ 2:26. തന്നെ പ്രസാദിപ്പിക്കുന്നവന് അവിടുന്ന് ജ്ഞാനവും അറിവും ആനന്ദവും ദൈവം പ്രദാനം ചെയ്യുന്നു. സഭാപ്രസംഗകൻ 12:16. നല്ലതോ ചീത്തയോ ആയ ഏതു നിഗൂഢ പ്രവൃത്തിയും ദൈവം നീതിപീഠത്തിന് മുമ്പിൽ കൊണ്ടുവരും. ഉത്തമഗീതം 8:6. നിന്റെ ഹൃദയത്തിൽ മുദ്രയായും നിന്റെ കഴുത്തിൽ അടയാളമായും എന്നെ പതിക്കുക.